ഇന്ത്യയിൽ മാത്രം പ്രതിവർഷം 6000 ടൺ വരെ വെള്ളി ഉപയോഗിക്കുന്നു. 2020 ശേഷം ഇന്ത്യയിൽ വെള്ളിയുടെ ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2025 വിപണി ട്രെൻഡുകൾ പ്രകാരം വെള്ളിക്ക് വീണ്ടും ഉയർച്ചയുടെ സാധ്യതയുണ്ട്. വ്യാപകമായി വ്യവസായങ്ങളും വിനിയോഗ മേഖലകളും വെള്ളിയുടെ ആവശ്യകത വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്ന് വെള്ളിയിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ നല്ല വരുമാനം നൽകാനുള്ള സാധ്യതയുണ്ട്. വെള്ളി ഒരു ഭൗതിക സമ്പത്തായതിനാൽ അത് കൈവശം വെച്ചുകൊണ്ട് ഭാവിക്ക് വേണ്ടി നിക്ഷേപം നടത്താൻ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ്. ചെറുതായി ആരംഭിച്ചാലും ദീർഘകാല ലാഭത്തിനായി വെള്ളി ഒരിക്കലും അവഗണിക്കാനാകില്ല. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അതിവേഗം വളരുന്ന സാഹചര്യത്തിൽ സ്വർണത്തെയും വഹിക്കുന്ന ഒരു ഇടപെട്ട ഓപ്ഷനായി വെള്ളി മാറുന്നു. സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിക്ക് നിക്ഷേപത്തിന് നല്ല സാധ്യതകളുണ്ടോ? ഇതിന് ഉത്തരം അതെ എന്നാണ്. സ്വർണത്തെ അപേക്ഷിച്ച് വെള്ളിയുടെ വില കുറവാണ്. അതിനാൽ തുടക്കക്കാരും സാധാരണ വരുമാനക്കാർക്കും സ്വന്തമാക്കാൻ കഴിയും. വ്യാവസായിക ഉപയോഗങ്ങൾ വെള്ളിക്ക് കൂടുതൽ. ഭാവിയിൽ സ്വർണത്തിന് വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും വെള്ളി സ്ഥിരതയുള്ള വളർച്ച കാണിക്കാറുണ്ട്. ഭാവിയിലേക്കുള്ള നിലപാടുകൾ മാറ്റുന്ന ഓഹരികളും കറൻസിയും വെള്ളിയെ കൂടുതൽ ആകർഷകമാക്കുന്നു.